വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹതിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ അങ്ങ് സഹായിക്കണമേ. ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ വളരുവാനും അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാനും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുവാനും കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. Gospel according to Saint Matthew chapter 22 verse 14. വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഇഹലോക ജീവിത കാലത്ത്, പ്രത്യേകിച്ച് പരസ്യ പ്രവർത്തന കാലത്ത് കർത്താവ് അനേകരെ വിളിക്കുന്ന സംഭവങ്ങൾ തിരുവചനത്തിലൂടെ നാം കാണുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ കർത്താവ് വിളിച്ച് എന്നെ അനുഗമിക്കുവിൻ എന്നവരോട് പറയുന്നതായും അവർ കർത്താവിനെ അനുധാവനം ചെയ്യുന്നതായിട്ടും നാം കാണുന്നുണ്ട്. ചില വ്യക്തികൾ ആ വിളി സ്വീകരിക്കാതെ മടങ്ങിപ്പോകുന്നതും നാം കാണുന്നുണ്ട്. ധനികനായ ഒരു യുവാവിനെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വരുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തനിക്കൊരു കുറവുണ്ട്. ഉള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുവാൻ പറയുമ്പോൾ അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്ന് തിരുവചനം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് വിളിച്ച് വേർതിരിച്ച അനേകരെ തിരുവചനത്തിലൂടെ നാം കാണുമ്പോൾ ഈ വിളി എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു പദവിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൻ്റെ ശിഷ്യന്മാരായി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായി 12 പേരെ കർത്താവ് വിളിക്കുന്നുണ്ട്. തന്നോടൊപ്പം 3.5 വർഷക്കാലം പരസ്യ പ്രവർത്തനത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ, യൂദാ ഇസ്കറിയാത്താവ്, ആ വിളിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ അവസാനം ഇല്ലാതെ പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വിളി എന്നുള്ളത് എല്ലാവർക്കും ലഭ്യമാകുന്ന കാര്യമല്ല. വിളിച്ചാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ കാണണമെന്ന് നിർബന്ധവുമില്ല. ഇവിടെ അതാണ് കർത്താവ് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. അപ്പോൾ അനേകരെ വിളിച്ചു, പക്ഷേ ആ വിളിയിൽ വിശ്വസ്തമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ തിരഞ്ഞെടുപ്പിൽ നാം കാണുകയുള്ളൂ. പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്ന നാം ഓരോരുത്തരും മാമോദിസായിലൂടെ ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. ക്രിസ്തുവാകുന്ന സഭയിലേക്ക് നാം ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന് ആണ് ഇന്ന് അനേകർ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഇത് പറയുന്നത് ഒരു ഉപമ പറഞ്ഞതിന് ശേഷമാണ്. ഒരു കല്യാണ വിരുന്നിൻ്റെ ഉപമ 22:2 നാം വായിക്കുന്നു, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവരോ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ നാം കാണുന്ന പ്രത്യേകത, ഒരു കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ കല്യാണ വിരുന്നല്ല, രാജാവിൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ആ തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യമാണ്. അപ്പോൾ ആ കല്യാണ വിരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട്. ഒരു രാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൗഢിയും അതിൻ്റേതാകുന്ന സ്ഥാനവും അതിനുണ്ട്. മാത്രമല്ല അതിലെല്ലാവരെയും വിളിക്കുകയുമില്ല. ആ വിരുന്നിൽ വിളിക്കുന്നത് രാജാവ് പ്രത്യേകമായി ക്ഷണക്കത്ത് നൽകുന്ന, രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ള അല്ലെങ്കിൽ അധികാരങ്ങളുള്ള, തന്നെപ്പോലെ അല്ലെങ്കിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുകയും താനുമായി ബന്ധമുള്ള
വ്യക്തികളെയാണ് സാധാരണ കല്യാണ വിരുന്നിൽ വിളിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ കല്യാണ വിരുന്നിൽ, പ്രത്യേകിച്ച് തൻ്റെ മകൻ്റെ കല്യാണ വിരുന്നിൽ എല്ലാവർക്കും ഈ ക്ഷണമില്ല. ഈ ക്ഷണം ചിലർക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വായിക്കുകയാണ്, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കി ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചപ്പോൾ ഒരു ക്ഷണക്കത്ത് ആദ്യം ഇവർക്ക് നൽകി. അത് ഒരുപക്ഷെ വളരെ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നൽകിയതാകാം. എന്നിട്ട് കല്യാണം കടന്നു വന്നിരിക്കുന്നു, കല്യാണം അടുത്ത് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കല്യാണമായിരിക്കുന്നു. അപ്പോൾ എന്താണ്, വീണ്ടും ആ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ അയക്കുകയാണ്. എന്നാൽ അവരോ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഈ രാജാവ് ഒരുക്കിയ കല്യാണ വിരുന്ന്, തൻ്റെ മകൻ്റെ വിവാഹത്തിന് ഒരുക്കിയ വിരുന്നിൽ സംബന്ധിക്കുവാൻ വൈമുഖ്യം കാണിക്കുകയാണ് ഇപ്രകാരം ക്ഷണിക്കപ്പെട്ട അതിഥികൾ. അപ്പോൾ എന്താണ് നാം കാണുകയാണ്, പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എൻ്റെ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എൻ്റെ കാളുകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറഞ്ഞു. അവർ അത് കൂട്ടാക്കാതെ ഒരുവൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയിക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ വീണ്ടും മറ്റ് ദാസന്മാരെ അയക്കുകയാണ്. കാരണം കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് അതിഥികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജാവ്. നമ്മുടെ വായിക്കുകയാണ്, ഒരുവൻ കൂട്ടാക്കാതെ നിലത്തിലേക്കും മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയിക്കളഞ്ഞു. ഈ മറ്റു ചിലർ ഈ ദാസന്മാരെ കൊന്നുകളഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. ഇത് ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനതയുടെ ഇടയിലേക്കാണ് യേശുവിനെ അയക്കുന്നത്. നമുക്കറിയാം, യേശു യഹൂദനാണ്. യഹൂദന്മാരുടെ ഇടയിലേക്ക് തൻ്റെ ഓമന പുത്രനെ പിതാവാം ദൈവം അയക്കുകയാണ്. ആ യേശുവിനെ അവർ വിശ്വസിക്കുവാനും ആ വലിയ ക്ഷണം അവർ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ യേശുവിനെ അയക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, യഹൂദന്മാർ യേശുവിനെ സ്വീകരിക്കുന്നില്ല. യഹൂദ ഗണമെന്ന് പറയുമ്പോൾ ആ മത മേലധ്യക്ഷന്മാർ, പരീശന്മാരും സാദൂക്യരും ഒക്കെയുമായിട്ടുള്ളവർ യേശുവിനെ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, യേശുവിനെ ഉപദ്രവിക്കുകയും കൊല്ലുവാൻ പരിശ്രമിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ യജമാനൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രാജാവ് എന്താണ് ചെയ്യുന്നത്? നാം വായിക്കുകയാണ് 8 മുതലുള്ള വാക്യം. പിന്നെ അവൻ ദാസന്മാരുടെ കല്യാണ വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ അതിന് യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ക്ഷണം സ്വീകരിച്ചില്ല, അവരതിന് വില കൊടുത്തില്ല. ഈ രാജാവാണ് അയച്ചതെന്നോ രാജാവിൻ്റെ മകൻ്റെ വിവാഹമാണെന്നോ അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുപോലും ഗൗനിക്കാതെ രാജാവിനെ അപമാനിക്കുന്ന തലത്തിൽ ഇവർ അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ദാസന്മാരെ അയക്കുകയാണ്. നാം വായിക്കുകയാണ്, വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന, ആ ക്ഷണത്തിന് വരുവാൻ അർഹത ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തെ വിളിക്കാനായിട്ട് രാജാവ് ദാസന്മാരെ അയക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ് 10 മുതൽ. ആ ദാസന്മാർ പെരുവഴിയിലേക്ക് പോയി അവിടെ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ കല്യാണ വിരുന്നിൽ ഏറ്റവും പ്രാഗൽഭ്യമായിട്ടുള്ളവർ, രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് വരേണ്ടവർ വരാതിരിക്കുമ്പോൾ വഴിത്തലയ്ക്കൽ കണ്ടവരെയൊക്കെയും, അതിനകത്ത് നല്ലവരുമുണ്ട് മോശക്കാരുമുണ്ട് എന്ന് നമ്മുടെ വായിക്കുകയാണ്, അങ്ങനെയുള്ളവരെ ക്ഷണിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു എന്ന് നാം കാണുകയാണ്. ഇത് യഹൂദന്മാർ യേശുവിനെ സ്വീകരിക്കാതെ ആയിരിക്കുമ്പോൾ പിതാവാം ദൈവം യഹൂദന്മാരല്ലാതിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വിജാതിയരെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കടന്നു ചെല്ലുന്ന സാഹചര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യോഗ്യതകൾ കണ്ടല്ല അവർ ആരെയും വിളിക്കുന്നത്. അയോഗ്യതകൾ അനേകമായിട്ട് അവർക്കുണ്ടാകാം. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളോ പേരോ പെരുമയോ അല്ലെങ്കിൽ രാജാവിൻ്റെ വിരുന്നിൽ സംബന്ധിക്കുവാനുള്ള യോഗ്യതയോ ഉള്ളവരല്ല. വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊരു ഫിൽട്രേഷൻ ഇല്ലാതെ അവരെ കാണുന്നവരെയൊക്കെയും ക്ഷണിക്കുകയാണ്, അവർ വരികയാണ് എന്ന് നാം കാണുകയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ്. നമ്മുടെ യോഗ്യതകൾ ഓർക്കാതെ, ബലഹീനതകളും കുറവുകളും പാപങ്ങളുമുള്ള
നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ച് തൻ്റെ ഒരു രാജാവിൻ്റെ മകൻ്റെ വിവാഹത്തിലേക്ക് വിളിച്ചതിന് തുല്യമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ഈ ഉപമയിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, കർത്താവ് പറയുകയാണ്, വിളിച്ചവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ ആ വിളിയിൽ നാം ഓരോരുത്തരുമുണ്ട്. നാം അങ്ങനെയാണ് യേശുവിനെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. നാം ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് യേശുവിനെ അറിയുന്നു. അത് വലിയ ഭാഗ്യമാണ്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കാത്ത എത്രയോ അധികം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവർക്കതിനുള്ള ഭാഗ്യം ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ ഭാഗ്യത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും കർത്താവ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഈ വിളി കൊണ്ട് നാം നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ അവിടെ നാം കാണണമെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും കാണണം. അപ്പോൾ ഇവിടെ അതാണ് നാം ഇവിടെ വായിച്ചത്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം മാത്രമേ. എന്നിട്ട് കർത്താവ് ഈ ഉപമയിൽ തുടരുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ കടന്നു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ ഈ രാജാവ് കല്യാണ വിരുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ അവനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയി അന്ധകാരത്തിൽ കരച്ചിലും പല്ലുകടിയും ഉള്ള സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവനെ തള്ളിക്കളയുവാൻ തക്കവണ്ണം അവൻ്റെ ശുശ്രൂഷക്കാരോട് ആജ്ഞാപിക്കുന്നതാണ് ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്? വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നാം തിരഞ്ഞെടുക്കപ്പെടാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുക? തിരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം കാണാതിരിക്കുവാൻ എന്തുകൊണ്ടാണ് സാധ്യമാകുക? കല്യാണ വിരുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് വായിക്കുമ്പോൾ, ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് നമ്മുടെ കുറവുകളും ബലഹീനതകളും ഓർക്കാതെ ആ വലിയ പദവിയിലാക്കിയിരിക്കുമ്പോൾ, കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധിയുടെ പ്രതീകമായിട്ട് നമുക്ക് അതിനെ കാണുവാൻ കഴിയും. ആ വിശുദ്ധ ജീവിതത്തിലേക്ക് നാം വരുന്നില്ല എങ്കിൽ ആ പദവിയിൽ ഇരിക്കുവാൻ, അല്ലെങ്കിൽ ആ വിരുന്നിലിരിക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടാകുകയില്ല. പലപ്പോഴും നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. ക്രൈസ്തവരായിരിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നാം ജീവിക്കുമ്പോഴാണ് ആ തിരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും കാണുക എന്ന് ഇവിടെ നാം മനസ്സിലാക്കുക. ഒരു കല്യാണ വിരുന്നിൽ തീർച്ചയായിട്ടും അവർക്ക് വഴിത്തലക്കിൽ നിന്നവരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു വസ്ത്രം കൊടുത്ത ആ കല്യാണ വിരുന്നിൽ ഏറ്റവും മോടിയോടുകൂടി അതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം രാജാവ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് ഒരുവൻ സ്വീകരിക്കാതെ അവൻ ആ കടന്നു വന്ന അതുപോലെ ഒരുപക്ഷെ കല്യാണ വസ്ത്രമില്ലാതെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവനെ അവിടെ നിന്നും മാറ്റുന്നതായിട്ട് നാം കാണുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ മാമോദിസ സ്വീകരിച്ചതുകൊണ്ടോ ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരണം എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, വീഴ്ചകൾ, കുറവുകളൊക്കെ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. അത് കണ്ടെത്തി അനുദപിച്ച് തിരുത്തി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നാം കുറച്ചുകൂടി പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. ദൈവം നമ്മെ വിളിച്ചു, പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ നാം കാണണമെങ്കിൽ പത്രോസ്ലീഹ അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നാം വന്നു. യേശു ഏകരക്ഷകനാണ്. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അയച്ചതാണ്. ആ യേശുവിലുള്ള വിശ്വാസമാണ്
നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ യോഗ്യത ആ വിശ്വാസമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ നാം അത് വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷേ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. ആ വിശ്വാസം, നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശ്വാസത്തിൽ നാം വളർന്ന് പല തലങ്ങളിൽ വളർന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നാം നയിക്കുമ്പോൾ മാത്രമേ ആ തെരഞ്ഞെടുപ്പിൽ നമ്മെ കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ പത്രോസ്ലീഹ പറയണം. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ 8 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. നാം അത് വായിക്കുന്നു. ഈ കാരണത്താൽ നിങ്ങൾ എല്ലാ പ്രയത്നവും ചെയ്തുകൊണ്ട് ഇവ ചേർത്തുകൊള്ളുവിൻ. എന്താണ്? നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. എല്ലാ പ്രയത്നവും ചെയ്തുകൊണ്ട് ഇവ ചേർത്തുകൊള്ളു. നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവ ശ്രേഷ്ഠത. അപ്പോൾ വിശ്വാസത്തിലേക്ക് നാം വന്നു. മാമോദീസ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നാം വന്നു. മാതാപിതാക്കളുള്ള വിശ്വാസത്തിലൂടെ നാം വിശ്വാസത്തിലേക്ക് വന്നു. യേശു ഏകരക്ഷിതാവാണെന്നും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നാം വിശ്വസിക്കുന്നു. അത് ശരി. പക്ഷേ എന്താണ് ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്? വിശ്വാസത്തോടെ സ്വഭാവ ശ്രേഷ്ഠത. നമ്മുടെ സ്വഭാവം, അതിൽ നാം ദൈവത്തിന് പ്രസാദകരമായി തീരണം. സ്വഭാവം എന്ന് പറയുമ്പോൾ അതെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് വായിക്കുകയാണ്. സ്വഭാവ ശ്രേഷ്ഠതയോട് പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവല്ല, ജ്ഞാനമല്ല, നാം വായിച്ചും കേട്ടും മനസ്സിലാക്കുന്ന കാര്യമല്ല. പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ സ്വഭാവ ശ്രേഷ്ഠത കഴിഞ്ഞ് ലഭ്യമാകുന്ന കാര്യമാണ് പരിജ്ഞാനം. ദൈവത്തിൻ്റെ അഗാധമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമ്മളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇനി തുടർന്ന് നാം വായിക്കുകയാണ്. പരിജ്ഞാനത്തോടെ ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. നാം നമ്മുടെ പ്രതികരണങ്ങൾ, ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ദൈവം എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളിലും നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടോ? ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മനിയന്ത്രണം ഉണ്ടാകുകയുള്ളൂ. ഒരു കാര്യം കാണുമ്പോൾ ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ആത്മനിയന്ത്രണം. തുടർന്ന് നാം വായിക്കുകയാണ്. ആത്മനിയന്ത്രണത്തോടെ സഹിഷ്ണുത. സഹിഷ്ണുത എന്നുള്ളതും ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം സഹിഷ്ണുത ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. സഹിഷ്ണുതയും സഹിഷ്ണുതയോടെ ഭക്തിയും. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ല, ദൈവത്തിൽ സമ്പൂർണമായ അടിസ്ഥാനപരമായൊരു വിശ്വാസം. ദൈവം ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം നമുക്ക് മതിയായവനാണ്, ആ ദൈവത്തോടുള്ള ആ ഒരു വലിയ ബന്ധം, അതാണ് ഭക്തി. നാം വായിച്ചു അവിടെ സഹിഷ്ണുതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തോട് ഭക്തിയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം സഹോദര പ്രീതി, മറ്റുള്ള സമസൃഷ്ടികളെ സ്നേഹിപ്പാൻ തൊക്കണതിന് കഴിയും. സമസൃഷ്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിയും. സമസൃഷ്ടികളോട് ആർദ്രത കാണിക്കുവാൻ, അലിവ് കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ അപ്രകാരമുള്ള വ്യക്തി കഴിയും. എന്നിട്ട് പറയുകയാണ് സഹോദര പ്രീതിയോട് സ്നേഹവും തന്നെ. അപ്പോൾ ഇതിൽ ഏറ്റവും അത്യുന്നതമായ പദവിയാണ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഗുണഗണങ്ങളാണ് സ്നേഹം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, യേശുവിനെ പോലെ, യേശുവിൻ്റെ സ്നേഹം, പാപിനിയായ സ്ത്രീയോട് ക്ഷമിക്കുന്ന, തന്നെ കല്ലെടുക്കുന്നവരെ സ്നേഹിക്കുന്ന, തന്നെ തള്ളിക്കളഞ്ഞവരെയും സ്നേഹിക്കുന്ന, കുരിശിൽ കിടന്നും ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ വലിയ സ്നേഹം, അതേറ്റവും വലിയ പദവിയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ആത്മീയമായി താൻ വിളിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ആയിത്തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്രകാരമായിത്തീരുമ്പോൾ മാത്രമേ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കാണുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനം. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ, മറ്റൊരുവന് അത്ഭുത പ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ,
മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവ് തന്നെ അവൻ താൻ നിശ്ചയിച്ചതുപോലെ ഓരോരുത്തരും അതത് കൃപാവരം നൽകുന്നു. അപ്പോൾ അനേക തലങ്ങളിലുള്ള കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങളെക്കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ് 12-ാം അധ്യായത്തിൽ. തുടർന്ന് ഈ കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനാണ് എന്ന് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അത് വായിക്കുകയാണ്. ചിലരെ അപ്പോസ്തലന്മാരായി, 28-ാമത്തെ തിരുവചനം, ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഗുരുക്കന്മാർ, തുടർന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, രോഗശാന്തിയുടെ വരമുള്ളവർ, സഹായിക്കുന്നതിനായി വരമുള്ളവർ, ഭരിക്കുവാനുള്ള വരമുള്ളവർ, വിവിധ ഭാഷാവരമുള്ളവർ എന്നിങ്ങനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ ദൈവം ഓരോരുത്തരെയും വിളിച്ച പദവിയിലാക്കി കൃപകളും കൃപാവരങ്ങളും നൽകിയിരിക്കുന്നു എന്ന് നമ്മോട് വായിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, ശ്രേഷ്ഠ വരങ്ങൾക്കായി വാഞ്ചിക്കുവിൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയും ശ്രേഷ്ഠമായ വരങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. എന്നാൽ ഇതിലും ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതെന്താണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുകയും ചെയ്താലും മലകൾ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, പരുഷമായി പെരുമാറുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം വഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോവും, ഭാഷാപരമോ അത് നിന്നുപോകും, അറിവോ അത് നശിച്ചു പോകും. ഭാഗികമായി നാം അറിയുന്നു, ഭാഗികമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ ഭാഗികമായി നീങ്ങിപ്പോകും. ഞാൻ ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശു സഹജമായ കാര്യങ്ങൾ ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴോ എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായും അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹമത്രേ. അപ്പോൾ ഇതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവം വിളിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയിലേക്ക് ചേർക്കപ്പെട്ട ക്രൈസ്തവരായിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മളിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ, ആ 8 കാര്യങ്ങളുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിലെത്തുകയാണ്. സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, സമസൃഷ്ടികളോടുള്ള സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ സകലവിധ മറ്റെല്ലാം അതിന് മീതെയായിത്തീരും. മറ്റെല്ലാറ്റിനും മീതെ സ്നേഹം, അതായത് എല്ലാറ്റിനെയും നമുക്ക് നിയന്ത്രിക്കുവാൻ തക്കോണം ആ സ്നേഹത്തിലൂടെ നമുക്ക് കഴിയും. ആ സ്നേഹം നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരുവനോട് പരുഷമായി ഇടപെടുവാൻ, കോപിക്കുവാൻ, അവൻ്റെ കാര്യങ്ങളിൽ അസൂയ ഉണ്ടാകാൻ ഒന്നും നമുക്ക് കഴിയുകയില്ല. ആ സ്നേഹം പരമോന്നതമാകുന്ന അതിശ്രേഷ്ഠമാകുന്ന കൃപയാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്രകാരം നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ 8 കാര്യങ്ങളിൽ വളർന്ന് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നാം എത്തുമ്പോൾ ദൈവത്തെ സ്നേഹിപ്പാൻ തക്കോണം നമുക്ക് കഴിയും. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുക, സംഭവിക്കുക? നാം അത് പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീഴുകയില്ല. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടവരായി സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ കാണുന്നവരെ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതിന് പകരം അവനിലുള്ള നന്മകൾ കാണുവാൻ നമുക്ക് സാധ്യമാകും. മറ്റൊരു വ്യക്തി എന്തെങ്കിലും നന്മ ചെയ്താൽ അവനെ എൻകറേജ് ചെയ്യുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവൻ്റെ നന്മ മാത്രം കാംക്ഷിക്കുവാൻ ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകുള്ളൂ.
ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളരണം. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ നാം ഓരോരുത്തരും കാണുകയുള്ളൂ എന്ന് തിരുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ആ ഉപമ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടത്തിൽ, ചുരുക്കം ആയിരിക്കുന്ന ഈ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ആയിത്തീരുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മെ സഹായിക്കട്ടെ. ഈ സ്നേഹത്തിൽ വളർന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.